ഗീവിങ് ഹർ എ റോസ്, അല്ലെങ്കിൽ ഐ ആം ഗീവിങ് ഹർ ഓക്കെ റോസ്. അപ്പോൾ എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സമയത്ത്? ഐ ആം ഗീവിങ് ഹർ എന്ന് ഇപ്പം ഞാൻ കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്താണ് പറയുന്നത്. എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് ഇതിനകത്തുള്ള, എന്താണ് കൊടുക്കുന്നത്? എ റോസ്. കറക്റ്റ്. എ റോസ്. പിന്നെ പ്രസൻറ്റ് ആൻഡ് ഈസ് ചേർക്കുന്നു, ING കാണിക്കാൻ വേണ്ടി BENG ചേർക്കുന്നു. ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ഇവിടെ. പ്രസൻറ്റ് ആൻഡ് ഈസ് ചേർക്കുന്നു, ING ആണെന്ന് കാണിക്കാൻ വേണ്ടി BEING പാസീവിൽ ചേർക്കുന്നു. എ റോസ് ഈസ് ബീയിങ് ഗിവൺ ടു ഹർ ബൈ മീ. ബൈ മീ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, പാസീവിൻ്റെ നേച്ചർ അതാണ്. ഐ ആം ഗിവിങ് ഹർ എ റോസ്, ഞാൻ അവൾക്കൊരു റോസ് കൊടുക്കുന്നു. ഒരു റോസ് എന്നാൽ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ മാസവും ഞാൻ റോസ് കൊടുക്കുന്നു. ഒരു റോസ് ഞാൻ അവൾക്ക് കൊടുക്കുന്നു. ഒരു റോസ് എന്നാൽ അവൾക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്റ്റാഫ്സ് ആർ ബീയിങ് പെയ്ഡ് സാലറി ബൈ മീ. പാസീവാണ്. സാലറി കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ അവൾക്ക് ഒരു റോസ്. സ്റ്റുഡൻസ് ആർ ബീയിങ് ഗിവൺ ട്രിക്സ് ബൈ മീ. ഞാൻ സ്റ്റുഡൻസിന് ട്രിക്സ്, മെയിൻ പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് എന്താണ് ഒബ്ജക്റ്റ് അത് ആദ്യം എഴുതുക. വളരെ സിമ്പിളാണത്. സത്യം പറയാൻ പാസീവ് വോയിസ് ഭയങ്കര സിമ്പിളാണ്.